2026 ജനുവരി 1 എന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ. അതുകൊണ്ട് ഇംഗ്ലീഷ് മാസം 1201 ആണ്ട്. അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം. അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും. ഓരോരുത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പം അതിന് ചാർട്ട് കൊടുത്തേക്കും. ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായിക്കോണം. അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത്, കാരണം ഈ ഒരു കാര്യം കൂടെ പറയുവാണ്, നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രഡിക്ഷൻ ആയിരിക്കും. നമ്മളിവിടെ രാശി വെച്ചിട്ടാണ്. കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച്, ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രഡിക്ഷൻ ആണെങ്കിൽ അക്യുറേറ്റ് ആയിരിക്കും, 100% കറക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് 12 രാശികളാണല്ലോ ഉള്ളത്. പ്രശ്നങ്ങളെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ സാധാരണക്കാട്ടിലും കൂടുതൽ മെഡിക്കൽ അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ ആ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ള കാര്യങ്ങളൊന്നും ആ മെഡിക്കലി ഉള്ള പല ആൾക്കാരുടെ പല പ്രശ്നങ്ങളും കൺസൾട്ട് ചെയ്യാതെ പോകുന്നു, അല്ലെ അറിയാതെ പോകുന്നു. അപ്പൊ അത് നല്ലൊരു അസ്ട്രോളജി അറിയുന്ന ഈ ടൈപ്പിലുള്ള ഒരു അസ്ട്രോളജിസ്റ്റിന് 100% നിങ്ങൾ കണ്ടിരിക്കണം. അങ്ങനെ ഒരു മെഡിക്കലി എന്തെങ്കിലും ഫിറ്റ്നസിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് വരും. ഇല്ലാത്ത ഒരാൾ അതിന് പോകേണ്ട കാര്യമില്ല. മെഡിക്കലി മാത്രമല്ല, എപ്പോഴായാലും നിങ്ങളുടെ ഒരു ബർത്ത് ആയിട്ട് പ്രോപ്പർ അനലൈസ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് നോക്കി, ഈ ഒരു ഞാൻ കൊടുത്ത ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര അതിനകത്ത് ആ ഓരോ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, ഓരോ ഗ്രഹങ്ങളെ കണക്ട് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് പ്രഡിക്ഷൻ പാർട്ടുള്ള വേരിയേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു സയൻസ് ബൃഹനാടി എന്ന് പറയുന്ന ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാശിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രാശി നേരെ ഹൗസുകളാവും. ഹൗസുകൾക്കും ഗ്രഹങ്ങൾക്കും ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ ഗ്രഹങ്ങളുടെ 15926103711 ഇങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളുടെ അതിനകത്ത് ഗുഡ് ഹൗസ് ആണോ ബാഡ് ഹൗസ് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. എല്ലാവരും ചെക്ക് ചെയ്യേണ്ട. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യം അത് ബർത്തിയായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ ഏതൊക്കെ ഗ്രഹങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നാളെ ഒരു എപ്പോഴും പോയിട്ട് ആ ഒരു ചാർട്ട് കൈവച്ച് കഴിഞ്ഞാൽ ഒരു അസ്ട്രോളജി ആളിനെ നോക്കേണ്ടപ്പോഴും പോയി കാണേണ്ട കാര്യമില്ല. ഒരു കാര്യം ഒരു പ്രാവശ്യം വരുമ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമുക്ക് വരുന്ന നമ്മുടെ തന്നെ ലഗ്നം കാര്യങ്ങളും വെച്ചിട്ട്, ലഗ്നം മാത്രമല്ല ഓരോ പ്ലാനറ്ററി പൊസിഷന്റെ ആയിട്ട് കണക്ടിവിറ്റി, പ്രത്യേകിച്ച് നല്ല ഹൗസ് അഴുക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അഴുക്ക് ഹൗസ് നല്ല ഹൗസുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പൊസിഷനാണ് നിങ്ങൾ കിട്ടേണ്ടത്. ഞാൻ എൻ്റെ അടുത്തൊരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ട് അവരുടെ A to Z എഴുതി കണക്ടിവിറ്റി കാര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഈ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറുണ്ട്. ഇനി ചിങ്ങൻ രാശി എന്ന് പറഞ്ഞാൽ ലിയോ. ഇതിനെ നക്ഷത്രാധിപനം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അപ്പം ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രഹങ്ങളുടെ അല്ല, ഇതിനകത്ത് ചാറുകളുടെ കാര്യത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മകം, പൂരം, ഉത്രം. അപ്പം മകത്തെ ഇവിടെ കേതു, മകത്തിൻ്റെ 3 ഒടുവിലത്തെ 3 ഭാഗം ഇതിനകത്ത് വരുന്നു. അതുപോലെ പൂരം, ഉത്രത്തിൻ്റെ കാലം. അപ്പം ഈ വെച്ച് നോക്കുമ്പോഴത്തേന് ഈ കേതു ആണ് ഈ മകത്തെ ഭരിക്കുന്നത്. അതുപോലെ ചന്ദ്രകർമ്മയപ്പെട്ടാണ്. അതുപോലെ പൂരത്തെ ആണെന്നൊരു ശുക്രനാണ്, ചൊവ്വാകർമ്മയപ്പെട്ടാണ്. അതുപോലെ ഉത്തര നക്ഷത്രം നോക്കിക്കഴിഞ്ഞാൽ സൂര്യനാണ്, ബുധകർമ്മം. ഈ കർമ്മ അനുസരിച്ച് ഇവരുടെ ആയിട്ടുള്ള പല രീതിയിലുള്ള സ്വഭാവത്തിന് കാര്യത്തിന് എല്ലാം. ഇപ്പോൾ ഉത്തര ആണെന്നൊരു സൂര്യന്, ബുധകർമ്മ. അപ്പോൾ സൂര്യൻ എന്നവർക്ക് പഠിക്കാനുള്ള മീൻസ് ഒരു ദേശീയം അല്ലെ പിടിഭാഷ ഒരു അതോറിറ്റിയുടെ ഗ്രഹമാണ്. ആ ഒരു സ്വഭാവം അല്ലെന്നൊരു ബുധന് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉള്ള ആ ഒരു രീതിയിലുള്ള ഒരു കണക്ടിവിറ്റി കാണുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ പൂരത്തിനായാലും ശുക്രനും ചൊവ്വ. അപ്പോൾ ചൊവ്വയുടെ ആയിട്ടുള്ള ഒരു ദേഷ്യം, പിടിവാശി, ശുക്രൻ്റെ ആയിട്ടുള്ള ഒരു ആർപ്പാടം അല്ലെന്നൊരു ആ ഒരു കലാപരമായിട്ടുള്ളൊരു താല്പര്യം. അപ്പം അങ്ങനെയല്ലേ എന്തെങ്കിലുമൊക്കെ ആ ഒരു രീതിയിലുള്ള ശുക്രൻ്റെ റേഡിയേഷനിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു റേഡിയേഷനിൽപ്പെട്ട പല കാര്യങ്ങളിലും താല്പര്യം. അതുപോലെ മകമാണെന്നൊരു കേതു ചന്ദ്രകർമ്മ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഫുഡ് ഇൻഡസ്ട്രി അല്ലെന്നൊരു ആ ഒരു പലചരക്കട മീൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള എന്നൊരു ഫിഷസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി അല്ല പാല് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രിയുമായിട്ടുള്ള താല്പര്യം അല്ലെന്നൊരു ഒരു കേതുവിൻ്റെ ആയിട്ടുള്ള ഒരു റേഡിയേഷനിൽ പെട്ടിട്ടുള്ള പല രീതിയിലുള്ള സ്വഭാവങ്ങൾ അങ്ങനെ പലതും ചിലപ്പം ആ ഒരു റേഡിയേഷനിൽ പെട്ട് ചിലപ്പോൾ അവരുടെ മുടിയുടെ വ്യത്യാസങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് കർമ്മ അനുസരിച്ച് അറിയാമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം അതേമാതിരി നമുക്ക് അതുകൊണ്ട് നിങ്ങൾ ഈ കർമ്മയൊന്ന് നോട്ട് ചെയ്യുക. അതുമാതിരി നമ്മുടെ ഇതിനകത്ത് ഓരോ ഈ എന്താ പറയുക സബ്ലോഡൊക്കെ മാറും. പിന്നെ ഈ പറഞ്ഞ 4 പാദങ്ങളൊക്കെ മാറും. ആ പാദങ്ങളുടെ ഒക്കെ മാറുമ്പോഴും
പിന്നെ ഇൻറ്റേർണൽ പ്ലാനറ്റിൻ്റെ കണക്ടിവിറ്റി ഉണ്ട്, അതനുസരിച്ച് ടോട്ടൽ വ്യത്യാസം വന്നിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ നമ്മളാ ഒരു എന്താ പറയുന്നത് ലഗ്നം നോക്കിയല്ല, നമുക്ക് പറയുന്ന രാശി നോക്കിയാണ് പറയുന്നത്. അപ്പോൾ രാശി നോക്കിയിട്ട് ഓരോരുത്തരും ലഗ്നം നോക്കി പറയാൻ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം എല്ലാവരുടെയും ലഗ്നം വ്യത്യാസമാണ് ഓരോ ആൾക്കാർ. ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്, ലഗ്നം നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാമല്ലോ രീതിയിൽ ചില വീഡിയോയൊക്കെ നമ്മുടെ ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ ലഗ്നം മനസ്സിൽ. ഇതൊന്നും വേണ്ട, നിങ്ങൾ ഗൂഗിളിൽ പോവുക, ഗൂഗിളിൽ പോയിട്ടിട്ട് നിങ്ങളിപ്പോൾ സോഫ്റ്റ്വെയറൊക്കെ അവൈലബിളാണ്, നിങ്ങളുടെ ബർത്തിയായിട്ട് നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ ആ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് പക്ഷേ ഈ ഒരു പ്ലാനറ്ററി പൊസിഷനൊന്നും ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി ഒന്നും മനസ്സിലാക്കിയിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ അടുത്തൊക്കെ വരാനുള്ള ഒറ്റ പ്രാവശ്യം വരേണ്ട കാര്യമുള്ളൂ. പിന്നെ ബാക്കി നിങ്ങൾക്ക് നമ്മുടെ ചാർട്ട് കാര്യങ്ങളെല്ലാം വരച്ചെടുത്ത് പാർട്ടി പൊസിഷൻ കറക്റ്റ് ഏതൊക്കെയാണ് നിൽക്കുന്നത് എല്ലാം അതിനകത്ത് എഴുതി വരച്ചങ്ങ് തരും. അത് വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ ഏതൊക്കെ നല്ല ഗ്രഹമുണ്ട്, ഏത് അഴുക്ക് ഗ്രഹം, ഏതുകൊണ്ട് കർമ്മം ഇതിന് റെമഡി ചെയ്യണം എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതായത് ബൃഹനാടിക്കകത്തെ പറ്റുള്ളൂ അത്ര ഇതായിട്ട് ചെയ്യാൻ, അതൊന്ന് മനസ്സിലാക്കുക. ഇത് ബാക്കി ഈ ഓരോ സയൻസിൻ്റെ ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ട്. നമുക്കത് ബൃഹനാടിയുടെ വരുമ്പം പ്രഡിക്ഷൻ പാർട്ട് അക്യുറസിയാണ്. അപ്പോൾ ഇവരുടെ കേതു എന്ന് പറഞ്ഞാൽ ലഗ്നത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ അഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ബുധന്, അതുപോലെ കുജന്, ശുക്രന്, സൂര്യന്, ഇതെല്ലാം 5ലാണ് നിൽക്കുന്നത്. അതുപോലെ രാഹു നോക്കിക്കഴിഞ്ഞാൽ 7ലാണ് രാഹു, 8 ശനി നിൽക്കുന്നു. അതുപോലെ 11 ഗുരു, വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്ലാനറ്ററി പൊസിഷൻ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചറ്, പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കളറ്, കാര്യങ്ങൾ, ക്യാരക്ടറ്, ലൈഫ് പാത്ത്, അപ്പോൾ നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു കോൺഫിഡൻസ്, നല്ലൊരു ആത്മവിശ്വാസം, അംബിഷന്, നമുക്ക് എന്താ പറയുന്നത് ഒരു എന്തെങ്കിലും ആരെങ്കിലും ആകണമെന്നുള്ളൊരു തോന്നൽ, ഒരു വലിയ ഒരു കാഴ്ചപ്പാട്, എന്തെങ്കിലും ഒരു എത്തണമെന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ഒന്നെന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത്. അതുപോലെ 5 പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹൗസ് ഓഫ് റൊമാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. സ്നേഹം, അതുപോലെ സ്പെക്കുലേറ്ററി ഗെയിൻ, നമുക്ക് ഊഹക്കച്ചടത്തിൽ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ ലവ് അഫെയർസ്, പ്രണയബന്ധങ്ങൾ, പിന്നെ എഡ്യൂക്കേഷന്, പിന്നെ റേപ്പ്, കിഡ്നാപ്പ്, അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും, ലവ് അഫെയർസ്, ഈ ഒരു ഇങ്ങനെയൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള നമ്മൾ ഈ പറയുന്ന 5 എന്നുള്ള ഹൗസിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ രാഹു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ലാണ് പിന്നെ 7 എന്ന് പറയുന്നത് ഹൗസ് ഓഫ് പാർട്ട്ണർഷിപ്പ്, ബിസിനസ്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതി. അതുപോലെ റിക്കവറി ഓഫ് ദ തെഫ്റ്റ് ഗുഡ്, നമുക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും തിരിച്ചു കിട്ടാനൊക്കെ ഉള്ളത് അതൊക്കെ എന്ന് പറഞ്ഞാൽ. അതുപോലെ മാര്യേജ്, കല്യാണം കഴിക്കാനുള്ള മാര്യേജ്, അങ്ങനെ ഡൈവേഴ്സ്, മാര്യേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലവ് അഫെയർ, സെക്ഷൽ ഡിസയർ, നമ്മുടെ ഈ ഒരു പറഞ്ഞ അങ്ങനത്തെ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ജീവിതത്തിൽ ആകെപ്പാടെ ഉള്ള സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയുള്ള പല സംഗതികളും നമ്മുടെ ഈ ഒരു 7th ഹൗസിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ. അതുപോലെ ഇവർക്ക് ശനി 8ലാണെന്നുണ്ട്. അപ്പോൾ 8ാമത്തെ ഹൗസ് എന്താണെന്ന് നിങ്ങളൊന്ന് അറിയിക്കുക. ഹൗസ് ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഡെത്ത് വരുമെന്നല്ല, അങ്ങനൊന്നും കേട്ട് പേടിക്കില്ല. ഇതൊക്കെ ഒരു ജസ്റ്റ് അതിൻ്റെ മനസ്സിലാക്കിയിരിക്കുക. ഇത് നല്ലത് കൊണ്ട് അഴുക്കമുണ്ട്. അതുമാത്രമല്ല, ഇത് 8th ഹൗസ് ഇസ് ദ ഹൗസ് ഓഫ് ലോട്ടറി. വലിയ ഭാഗ്യങ്ങളും ലോട്ടറി അടിക്കുന്ന ഹൗസും 8ആണ്. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഹൗസ് ഓഫ് ഡിസീസ്, അസുഖങ്ങൾ വരാനുള്ളത്, സോറോസ്, ദുഃഖങ്ങൾ, അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടായിട്ടുള്ള ചെറിയ വ്യസനങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ, നമുക്ക് വിചാരിക്കാത്തിരിക്കുന്ന ആരെങ്കിലും കൊണ്ട് പൈസ കൊണ്ടുതരാൻ. അപ്പോൾ അങ്ങനെയുള്ള ഡേഞ്ചർ ഫ്രം ദ ആനിമൽ, എന്തെങ്കിലും മൃഗങ്ങളുടെ അടുത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ആപത്തുകൾ പറ്റാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി മോഷണം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഈ ഒരു കാറ്റഗറി പെടുന്നതാണ്. അതേസമയം നോക്കി, അപ്പോൾ അവിടെ ഇവർക്ക് ഏറ്റവും അടുത്ത ഒരു ലോട്ടറിയാണ് വരുന്നത്. അവർക്ക് അടുത്ത നോക്കുമ്പം വ്യാഴം 11 എന്ന് പറയുന്നത് സൂപ്പർ ഇതാണ്, എന്താണ് ദ ഹൗസ് ഓഫ് ഗെയിൻ. അപ്പോൾ ജീവിതത്തിൽ അപ്പോൾ അവിടുത്തെ 8ൻ്റെ സംഭവം അവിടെ പോയേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ. ഏറ്റവും നല്ല ഹൗസാണ് 11 അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന്, ഫ്രണ്ട്ഷിപ്പ്, സോഷ്യൽ സർക്കിള്, എന്താ പറയുന്നത് നെറ്റ്വർക്ക്, പിന്നെ നമ്മുടെ റിവാർഡ്, നമുക്ക് എന്താ പറയുന്നത് ഒരു നല്ലൊരു സോഷ്യൽ സർക്കിൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മീൻസ് ഒരു റിവാർഡ്, നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തരുന്നത്, ഒരു കോംപ്ലിമെൻ്റ് തരുന്നത്, അല്ല സമ്മാനാദികൾ തരുന്നത്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സീക്രട്ട്, നമ്മുടെ ആയിട്ടുള്ള രഹസ്യ സ്വഭാവങ്ങൾ, രഹസ്യങ്ങൾ, ഡ്രീമുകൾ, സ്വപ്നങ്ങൾ, ഫുൾഫിൽമെൻറ്റ്, ആത്മാവിഷ്കാരം, ആത്മനിർവൃതി എന്നൊക്കെ പറയുന്ന പോലെ കാര്യങ്ങൾ, സന്തോഷങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ, പിന്നെ സ്വാതന്ത്ര്യം. അപ്പോൾ റിക്കവർ ഫ്രം ദ ഇൽനെസ്, എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് അത് രക്ഷപ്പെടുക, അതിൽ നിന്ന് രക്ഷപ്പെടുക.
ഇൻകം ആൻഡ് വെൽത്ത്. അപ്പോൾ ഇത് നോക്കിയാൽ ഇൻകം ആൻഡ് വെൽത്ത് സ്പെക്കുലേറ്റഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ ഉണ്ടാകാം. അപ്പോൾ നോക്കി, അപ്പോൾ ഈ 8ഉം അവിടെ നേരെ 8ന് വിപരീതം. അപ്പോൾ ഓരോ പ്ലാനറ്ററി പൊസിഷൻ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ കലാപരമായിട്ട് കായികമായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ചെറിയ മുറിവ് പറ്റാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. ശത്രുക്കളിൽ നിന്ന് മുറിവ് പറ്റാം, പ്രത്യേകിച്ച് കാലിന് എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് 2 വീലർ ഓടിക്കുന്ന ആൾക്കാർ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കാലിന് അപകടം പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വലിയ കാലിന് പട്ടി കടിക്കാനെടുക്കുക. അപ്പോൾ ഈ ഒരു 7 എന്ന് പറഞ്ഞാൽ അത്ര അനുകൂലമല്ല എന്ന് പറയാൻ പറ്റില്ല. 7ൽ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്ലാനറ്ററി പൊസിഷൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് 3, 6, 10, 11 രാഹു നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് അപ്പോൾ നിങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻ നമ്മൾ നോക്കാതെ ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് പല രീതിയിലുള്ള നല്ല വീട്ടിൽ നല്ല സൗഹൃദാന്തരീക്ഷം, നല്ല പ്രണയബന്ധങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ നല്ല രീതിയിൽ മീൻസ് കുഴപ്പമില്ലാത്ത ഒരു ടേംസിൽ പോവുക, അങ്ങനെയൊക്കെ ഉള്ളത്. അല്ലെന്നൊരു വിവാഹാലോചനകൾ വരാം, പുതിയ ആലോചനകൾ വരാം, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പോസിറ്റീവായിട്ടുള്ള സമയമുണ്ട്. അതേ സമയത്ത് ഈ ഇങ്ങനെയുള്ള ഇത് പ്ലാനറ്ററി പൊസിഷൻ്റെ ഈ പറഞ്ഞ മാതിരി വേറെ പ്ലാനറ്ററി പൊസിഷൻ ആണെന്നൊരു അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചില പ്രണയിക്കുന്ന ആൾക്കാർക്ക് അവർ തമ്മിലുള്ള ഇടയ്ക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഹസ്ബൻഡും വൈഫുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാമെന്ന് മനസ്സിലാക്കുക. ആ ചെറിയ അപ്പോൾ ആ ഒരു പീരീഡിൽ നമ്മളൊന്ന് ഇച്ചിരി എല്ലാം കാര്യങ്ങളും ഒരു പക്വതയോടെ നേരിടുക. അപ്പോൾ അതാണ് നമ്മുടെ അവിടെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് 11 വ്യാഴം അതേമാതിരി എന്ന് പറയുമ്പം ഊഹക്കച്ചവടത്തിൽ ലാഭമുണ്ടാക്കാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന്. അല്ലെ സപ്പോസ് ഇപ്പോൾ KSP ചിട്ടിയൊക്കെ ഉണ്ടെന്ന് ഒരു അതിൽ നിന്ന് ചിലപ്പം എന്തെങ്കിലും പൈസ കിട്ടാൻ, ലോട്ടറി മാതിരിയുള്ള ഈ പറഞ്ഞ മാതിരി അടിക്കാനുള്ള പോസിബിലിറ്റി. അങ്ങനെ ഊഹക്കച്ചവടത്തിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഇൻകം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അധിക ലാഭം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലയിടത്തു നിന്നും പൈസ ചിലപ്പോൾ നിങ്ങൾ കടം കൊടുത്തതായിരിക്കും, ആ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യം. അതുപോലെ കോർട്ട് കേസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊരു അത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അനുകൂലമായിട്ടുള്ള പല രീതിയിലും അനുകൂലമായിട്ടുള്ള സമയം വരുന്നു. അതേപോലെ വ്യാഴം പിന്നെ ഈ വർഷാവസാനത്തോടെ ഇവിടെ വേറൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ശുക്രനും ബുധനും 11ലോട്ടും വ്യാഴം ഇപ്പോൾ ഇവിടെ നിന്ന് മാറി ഇങ്ങോട്ട് 12ലോട്ടും വന്നതാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പിന്നെ അതിൻ്റെ 12 എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് 11 മാറി 12 വരുന്നു. അപ്പോൾ ആ ഒരു വരുമ്പോഴത്തേന് അപ്പോൾ അവിടുന്ന് ആ ഒരു സമയം ഒരു ജൂൺ 2 തീയതി ഒക്കെ ആകുമ്പോഴത്തേന് ഏകദേശം വ്യാഴം മാറിക്കഴിയുമ്പോഴത്തേന് ഒരു ഈ പറഞ്ഞ മാതിരിയുള്ള 12 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒക്കൽറ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്പെൻസ് എന്തെങ്കിലും നമുക്കുള്ള ഫോറിൻ ലൈഫ് അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളിയിൽ പോകാനുള്ളത് എടുക്കാനുള്ള താല്പര്യമുള്ളവർക്ക് വെളിയിൽ പോകാൻ, അതുപോലെ നമുക്ക് പേടി ആവശ്യമില്ലാത്ത എക്സ്പെൻസ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവിടെ വ്യാഴം മാറുക എന്നുണ്ടെങ്കിൽ പേടി ട്രബിളാണ്, ഒരുപാട് ട്രബിൾ മിസ്ഫോർച്യൂൺ മീൻസ് എന്താ പറയുക, നമുക്ക് ഗ്രഹപ്പിഴ വരിക. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു പ്രൊട്ടക്ഷനാണ് വരുന്നത്. അപ്പോൾ ആ ഗ്രഹപ്പിഴയ്ക്ക് കാരണം വ്യാഴം നല്ല ഗ്രഹമാണ്, സാത്വികനാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ ചെയ്യാനും യോഗമുള്ള ആൾക്കാർക്ക് അതിൽ നിന്നാണെങ്കിലും ഒരു വരുക, അല്ല സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മനസ്സൊക്കെ ഒരു നല്ല രീതിയിലായിട്ടുള്ള ഒരു ഡിപ്രഷൻ മാതിരിയുള്ള സ്റ്റേജിൽ ജീവിച്ചിരുന്ന പല ആൾക്കാർക്കും അതിൽ നിന്നൊരു മോചനം, എന്തെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ അസുഖമായിട്ട് കിടന്ന ആൾക്കാർ അതിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരാനുള്ള ഒരു സാഹചര്യങ്ങൾ. പിന്നെ മീൻസ് നമുക്കൊരു ഫൈനാൻഷ്യലി ഒരു സ്റ്റേബിളായിട്ടുള്ള ആൾക്കാർ ആകാൻ, ഗൾഫിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഗൾഫിൽ പോകാൻ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ ഉള്ള ഒരു പല രീതിയിലായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളത് ഉള്ള ഒരു ടൈമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വരുന്നതെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത്. പിന്നെ നമ്മുടെ ഏറ്റവും നിങ്ങൾ വിചാരിക്കേണ്ട നമ്മുടെ ഒരു റെമഡി ഉണ്ട്. റെമഡി ഇതിനകത്ത് ഞാനൊരു 10 മിനിറ്റ് കൂടുതൽ കാണും. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഇനി വീഡിയോ ലോങ് ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ റെമഡിയുടെ വേറൊരു വീഡിയോ ആയിട്ട് 10-15 മിനിറ്റ് ചിലപ്പോൾ കാണും. അത് കാരണം അത്രയും ഉണ്ട്. ഇത്രയും പ്ലാനറ്റുകളെ കംപ്ലീറ്റ് പോസിറ്റീവ് ആക്കാനുള്ള കർമ്മം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് പോയിട്ട് കാണാം. അതേമാതിരി ഇപ്പോൾ ബൃഹനാടി, നക്ഷത്രനാടി അല്ലെന്നൊരു നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ള താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്തെങ്കിലും പഠിക്കാനുള്ള താല്പര്യമുണ്ടോ എന്നിട്ട് നമ്മുടെ ഒരുപാട് വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള
പല സബ്ജക്റ്റും വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് കാണാം. പിന്നെ പ്രതിനാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടേഷനോ കാര്യങ്ങളോ ചെയ്യാനോ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും വേണമെന്നൊരു ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം ഇവിടെ ലിങ്കുണ്ട്. മെയിൻ നിങ്ങളൊന്നും മനസ്സിലാക്കാതെ ഓപ്പർച്യൂണിറ്റി ഓഫ് ദ ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റി ആണ് മനസ്സിലാക്കുക. ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2030 ആകുമ്പോൾ $20 ബില്യൺ കൂടും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഏതാനും $14 ബില്യൺ. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. ഞാനല്ല ഗൂഗിൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ വൈഡ് ആൻഡ് വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ 50,000-75,000 രൂപ ഉണ്ടാക്കാനുള്ള ലാംഗ്വേജ് അറിയുന്നവർക്ക്, അത്യാവശ്യം ഹിന്ദി ഇംഗ്ലീഷൊക്കെ അറിയാൻ പറ്റുന്നവർക്കാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ലെന്ന രീതിയിൽ കേരളത്തിലുള്ള ക്ലയൻറ്റിനെ കിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് astroguru.com. നിങ്ങൾ astro-guru.com. അപ്പോൾ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1.5 മാസത്തിനകത്ത് ഫുള്ളി ലൈവ് ആകും. അപ്പോൾ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഈവൻ ഗൾഫിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പാർട്ട് ടൈം ആയിട്ടുള്ള രീതിയിലൊരു അഡീഷണൽ ഇൻകം ഒക്കെ ഉള്ള ഒരു സോഴ്സ്, ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈവൻ ലേഡീസിനാണെങ്കിലും വീട്ടിൽ ഇരുന്നിട്ട് അവർക്ക് കൺസൾട്ടേഷൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതോടെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.